നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജോർജെ, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. അയ്യോ സാറേ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. പിന്നെ ഞാൻ പാസ്പോർട്ട് വേണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വെരിഫിക്കേഷന് വേണ്ടി ഈ മാഡം വന്നിട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം. അതിനെനിക്ക് പാസ്പോർട്ട് വേണ്ടല്ലോ. ഞാൻ പുറത്തേക്ക് പോകുന്നില്ല. അപ്പോ പാസ്പോർട്ടിന്റെ ആവശ്യമില്ലല്ലോ. വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി നേരിട്ട് വന്ന് പറഞ്ഞതാ. അതെന്താ നീ പുറത്തേക്ക് പോകാനുള്ള പ്ലാൻ വേണ്ടാന്ന് വെച്ചത്? ഇന്നലെ രാത്രി ഉറങ്ങുമ്പോ എനിക്കൊരു വെളിപാടുണ്ടായി സാറേ. ഞാൻ കുറെ പേരെ ദ്രോഹിച്ചെന്നും അതെല്ലാം വലിയ തെറ്റാണെന്നും കർത്താവ് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു, ഇനി തെറ്റായ വഴികളിലൂടെയുള്ള യാത്ര വേണ്ടാന്ന്. നാളെ മുതൽ ഞാൻ ധ്യാന കേന്ദ്രത്തിൽ കൂടാൻ പോവാണ്. ഇനിയെങ്കിലും ആരെയും ദ്രോഹിക്കാതെ ഒരു നല്ല കുഞ്ഞാടായി ജീവിക്കണം. വരട്ടെ സാറേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് എന്തൊരു മാറ്റം! ഇടിയഞ്ചോറ് തന്നെയാണോ ഇത്? വെളിപാടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്നത് ആദ്യമാ. ഭാസ്കരേട്ടനെ അയാൾ പറയുന്ന മണ്ടത്തരം കേട്ട് വിശ്വസിക്കാൻ പറ്റും? അയാള് വെളിപാട് കിട്ടിയിട്ട് നന്നായതൊന്നും അല്ല. ചേട്ടാ ചേട്ടാ, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നണത്. വേറെ എന്തോ കാരണമുണ്ട്. എന്താ മാഡം? സത്യത്തിൽ ചേട്ടൻ എന്തുകൊണ്ട് പോണ്ടെന്ന് വെച്ചേ? ഞാൻ പറഞ്ഞല്ലോ മാഡം, വെളിപാടുണ്ടായതാ. വെറുതെ നുണ പറയണ്ട ഏട്ടാ. ചേട്ടന്റെ മുഖത്തും ദേഹത്തുമൊക്കെ ഒടിഞ്ഞതിന്റെയും ചഞ്ഞതിന്റെയും പാടുണ്ടല്ലോ. ആരോ നന്നായി പെരുമാറി അല്ലേ? എന്റെ പൊന്നുമോളെ. അയ്യോ അല്ല മാഡം, ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും തരാതെ പട്ടിയെ പോലെയാ അവൻ എന്നെ തല്ലിയത്. ആര്? ആ ഗിരി. അയാൾ എന്തിനാ ചേട്ടനെ തല്ലിയത്? ഗോപാൽജിയുടെ കയ്യിൽ നിന്നും ഞാൻ കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കാതെ നാട് വിടാനായിരുന്നു എന്റെ പ്ലാൻ. ഞാൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചറിഞ്ഞ് വർക്ക്ഷോപ്പിൽ വന്ന് എല്ലാവരുടെയും മുന്നിലിട്ട് അവൻ എന്നെ തല്ലി നാണം കെടുത്തി. ഇനി ആരെങ്കിലും എന്നെ കണ്ട് പേടിക്കോ? മാഡം പറ. പണ്ട് ഞാൻ പണി കൊടുത്തവര് തിരിച്ചടിക്കാൻ വരുമ്പോ ഒരു സെന്റിമെന്റ്സ് കിട്ടാനാ ഈ ധ്യാനത്തിന് പോക്കും നന്മമരമായുള്ള ജീവിതമൊക്കെ. മാഡത്തിനെ എന്തെങ്കിലും തരത്തിൽ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. ഇതൊന്നും മനസ്സിൽ വെച്ച് എനിക്ക് പണി തരരുത്. ജീവിച്ചു പൊയ്ക്കോട്ടെ പ്ലീസ്. പൊയ്ക്കോ പൊയ്ക്കോ. താങ്ക് യു മാഡം. ജോർജിന്റെ വരവ് കാണാനേ നല്ല രസമായിരുന്നു. എന്നെ ഉപദ്രവിക്കരുതേ എന്ന് കെഞ്ചുമായിരുന്നു. അത് കേട്ടപ്പോ എനിക്കൊരു സന്തോഷമൊക്കെ തോന്നി. അമ്മാവൻ അപ്പോഴേ പറഞ്ഞില്ലേ, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരുടെ കൂടെ ദൈവം ഉണ്ടാവുമെന്ന്. ദൈവം ചേച്ചിയെ രക്ഷിക്കാൻ ഗിരിയേട്ടന്റെ രൂപത്തിലായിരിക്കും വന്നത്. ആ ഗിരിയേട്ടൻ കാരണമല്ലേ ചേച്ചി രക്ഷപ്പെട്ടത്. അതിന് ദൈവത്തിന് ആ ഗുണ്ടയുടെ രൂപത്തിൽ വരേണ്ട ഗതികേടൊന്നുമില്ല. ചേച്ചി എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ശരി, ഗിരിയേട്ടനെ കൊണ്ട് ഇപ്പൊ ചേച്ചിക്കൊരു സഹായം ഉണ്ടായില്ലേ? അയാൾ എന്നെ സഹായിക്കാൻ വേണ്ടിയൊന്നും അല്ല ആ ജോർജിനെ അടിച്ചത്. ജോർജ് ഗോപാൽജിക്ക് കുറെ കാശ് കൊടുക്കാനുണ്ടായിരുന്നു. ആ കാശ് പിരിക്കാൻ വന്ന കൂട്ടത്തില് ഗിരി ജോർജിനിട്ട് 2 അടി കൊടുത്തു. അത്രേ ഉള്ളൂ. ആ അടി കിട്ടിയതുണ്ടല്ലേ ജോർജ് നന്നായത്. ഇല്ലായിരുന്നെങ്കിൽ മോഷൻ റിപ്പോർട്ട് കൊടുത്തതിന് അയാള് ചേച്ചി ഉപദ്രവിക്കുമായിരുന്നില്ലേ? ചേച്ചി, അയാള് ഗുണ്ടയോ ദാതയോ ആരേലും ആവട്ടെ, എന്ത് ചെയ്യണോന്നറിയാതെ ചേച്ചി പകച്ചു നിന്ന അവസ്ഥയിൽ അയാള് കാരണം ചേച്ചിക്കൊരു നല്ലത് സംഭവിച്ചു. ഞാൻ പറയാണെങ്കിലേ ഇനി ഗിരിയേട്ടനെ കാണുമ്പോ ചേച്ചി ഒരു താങ്ക്സ് പറയണം. പിന്നെ ഞാനേ ഒരു പോലീസുകാരന്റെ മോളാ.
അവനെ പോലൊരു ഗുണ്ടയുടെ അടുത്ത് ഞാൻ ഒരിക്കലും നന്ദി പറയില്ല. പോലീസായപ്പോ ചേച്ചിയുടെ വാശിയും കൂടിയിട്ടുണ്ട്. ആ, ഇക്കാര്യത്തില് എനിക്ക് കുറച്ച് വാശി കൂടുതലാ. അങ്ങോട്ട് മാറും. നീ എന്താ ഇവിടെ? അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ആന്റി എന്നോട് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേഗം പറവച്ചേ. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. ഗിരി എന്തിനാ ഇങ്ങനെ ധൃതി കൂട്ടുന്നേ? അച്ഛനു വേണ്ടിയല്ലേ നീ ഇത്ര കഷ്ടപ്പെടുന്ന? അച്ഛൻ ഉണ്ടാക്കുന്ന എല്ലാം എനിക്കാ. ഞാൻ അതെല്ലാം നിനക്ക് തരാം. നീ എന്റെ കൂടെ നിന്നാ മതി. ഒരിക്കൽ നീ എന്റെ അമ്മയെ അനിയത്തെയും വിലക്ക് വാങ്ങാൻ ശ്രമിച്ചതാ. ഇപ്പൊ അതേ നമ്പർ എന്റെ അടുത്ത് ഇറക്കാണോ? ഞാനൊരാണാ, അധ്വാനിച്ച് ജീവിക്കാൻ അറിയാം. അതിന് നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. കോടികളുടെ ആസ്തിയാ നീ പുല്ല് പോലെ വേണ്ടാന്ന് പറഞ്ഞേ. ഇങ്ങനൊരാളെ ഞാൻ കണ്ടിട്ടില്ല. നിന്നെ പോലെ ഒരുത്തനെ തന്നെയാ എനിക്ക് വേണ്ടത്. ഗിരി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നിങ്ങനെ അകറ്റി നിർത്തുന്നേ? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. പക്ഷേ നിന്നെ പ്രേമിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതെന്താ, ഞാൻ പണക്കാരിയായതാണോ പ്രശ്നം? എങ്കിൽ നിനക്ക് വേണ്ടി ആ വീട് വിട്ടിറങ്ങാൻ ഞാൻ തയ്യാറാ. നീ ഒന്ന് വിളിച്ചു നോക്ക്. നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന നീ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. എന്നെ ഞാനാക്കിയ ഒരു വലിയ മനുഷ്യനാ ഗോപാൽജി. അദ്ദേഹത്തിന്റെ മോളെ ഞാൻ പ്രേമിക്കാന്ന് പറഞ്ഞ അത് പുറകേന്ന് കുത്തുന്നതിന് തുല്യ. ഞാനത് ഒരിക്കലും ചെയ്യില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന എങ്ങനെയാ അച്ഛനെ പുറകിൽ നിന്ന് കുത്തുന്ന പോലെ ആവുന്ന? ഒരാണും പെണ്ണും പരസ്പരം ഇഷ്ടപ്പെടുന്നത് ഇത്ര വലിയ തെറ്റാവുന്ന എങ്ങനെയാ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഈ നാട്ടില് ഗോപാൽജിക്ക് ഒരു നിലയും വിലയുണ്ട്. അത് മറന്ന് നീ പെരുമാറരുത്. ഗിരി, എന്റെ അച്ഛൻ തന്നെ എനിക്ക് വേണ്ടി നിന്റെ അടുത്ത് സംസാരിക്കും. ഇത് എന്റെ വാക്കാ. അച്ഛന് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിന്നെ പോലൊരു മകനുണ്ടായിരുന്നെങ്കിൽ എന്ന് നിന്നോട് തന്നെ അച്ഛൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ? മകനായിട്ടല്ല, മരുമകനായിട്ടാ നിന്നെ അച്ഛനെ കിട്ടാൻ പോകുന്നേ. ഗിരിയേട്ടാ, എന്താടോ? ഈ ഫയല് ഗിരിയേട്ടനെ ഏൽപ്പിക്കാനായിട്ട് ഗോപാൽജി തന്നതാ. ഗിരി, ഞാൻ ഇറങ്ങാം. എന്തേ, താൻ വന്ന പണി കഴിഞ്ഞില്ലേ? എന്നാ പോ. ഓക്കെ സാർ.